ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കണ്ടോളൂ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തോടു കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തോടു കൂടി ഇട്ടിട്ട് എവിടേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുർബാനയ്ക്കാണ് കേട്ടോ, പള്ളിയിലേക്കാണ് നമ്മൾ പോകണത്. അപ്പോൾ നമ്മളൊരു 5 മണിയാകുമ്പോഴേക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ. 6:30ക്കാണ് കേട്ടോ കുർബാന. അപ്പോൾ നമ്മളൊരു 6 മണിയാകുമ്പോഴേക്കും നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം 6:15 ആകുമ്പോഴേക്കും അച്ഛൻ വന്നിരിക്കും. 6:25 വരെയാണ് കേട്ടോ അച്ഛൻ കുമ്പസാരിക്കാനായിട്ട് ഇരിക്കുക. 6:30ക്ക് നമ്മൾ കുർബാന സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ഫെബ്രുവരി 20-ാം തീയതിയാണ് കേട്ടോ കുർബാനയ്ക്ക് പോകുന്നത്. ഫെബ്രുവരി 20-ാം തീയതി എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ മരിച്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ അപ്പച്ചൻ്റെ ഓർമ്മ ദിവസമാണ് ഫെബ്രുവരി 20-ാം തീയതി. 10 കൊല്ലമായിട്ടോ അപ്പച്ചൻ മരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഏത് വീട്ടിലാണുള്ളത് അപ്പോൾ അവിടുത്തെ കുർബാനയ്ക്ക് പോകാമെന്ന്, അല്ലെങ്കിൽ അവിടുത്തെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ചേട്ടൻ്റെ വീട്ടിലായതുകൊണ്ട് ഇവിടുത്തെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അപ്പൂസ് വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ വന്ന് കുർബാന സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മുമ്പ് തന്നെ അവൻ കിടന്നുറങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ആശ്വാസമായിരുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ അവൻ എണീക്കോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ കൂളായിട്ട് കിടന്നുറങ്ങി. പിന്നെ എന്താ പറയുക, നമുക്ക് ഒപ്പീസ് മന്നതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആൾ എണീറ്റത് കേട്ടോ. കറക്റ്റ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ സമയമാകുമ്പോഴേക്കും ആൾ എണീറ്റു കേട്ടോ. പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതേ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി കേട്ടോ. ചെറിയൊരു എന്താ പറയുക ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 മണിക്ക് എണീറ്റതിൻ്റെ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മുഖത്ത്. പക്ഷെ നമ്മൾ കിടന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പം ഞാൻ അപ്പൂസിനെ താഴെ കെടുത്തിയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ജാസ്മിയും നിച്ചൂസ് എണീറ്റിട്ടുണ്ടായിരുന്നു. അവർ താഴെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ജാസ്മിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നിച്ചൂസ് വെച്ചാൽ ഭയങ്കര കളിയാണ്. ഫ്ലാഷിൻ്റെ ലൈറ്റ് കണ്ടിട്ട് അവൻ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ലൈറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പം ഞാൻ അപ്പൂസിൻ്റെ പാമ്പറൊന്നും ഞാൻ ഊരി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഇട്ടിട്ട് അധികം നേരമായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം നിറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാമ്പറൊന്നും ഊരിയില്ല. ഇട്ട ഡ്രസ്സ് ഞാൻ മാറ്റിയിട്ട് വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അപ്പൂസിനും നിച്ചൂസിനൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞ് അവരെന്നെ അവിടെ ഹോളിൽ കൊണ്ട് കെടുത്തു കേട്ടോ. മോർണിംഗ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോളിൽ കൊണ്ട് കെടുത്തും. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇപ്പം തിരിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും. നിച്ചൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൂസ് കമന്നിട്ടില്ല, പക്ഷെ തിരിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ക്ലോക്ക് തിരിയണ പോലെ ആൾ തിരിയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ കിച്ചണിലേക്ക് കയറി. അപ്പോൾ കാലത്ത് നമ്മൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കറിയായിട്ട് തക്കാളിയും അതുപോലെ തന്നെ സവോളയും കൂടിയിട്ട് ഒരു ചെറിയൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എനിക്ക് ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മറ്റേ ദോശയ്ക്ക് ചട്നി അങ്ങനെ സംഭവങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ കറിയാണെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. അപ്പോൾ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും എനിക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ പക്ഷേ മല്ലിയിലും കൂടി ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയും അതുപോലെ തന്നെ സവോളയും ഉള്ളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ. സവോളയ്ക്ക് പകരം ഉള്ളി കൂടുതൽ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുമ്പോഴാണ് കേട്ടോ നൈസായിട്ട് അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തക്കാളി അതിൽ തന്നെ അരിഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു സവോളയും അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ചുവന്നുള്ളി അരിയുള്ള മടിക്കാണ് കേട്ടോ ഞാൻ സവോള എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് ചുവന്നുള്ളി അരിയാൻ വേണ്ടിയിട്ട്. കുറേ നേരം പിടിക്കണം. ഒന്നാമത്തേലാണെങ്കിൽ വിശന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഇത് ഉണ്ടാക്കും വേണമല്ലോ, എന്നിട്ട് കഴിക്കും വേണമല്ലോ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത്, മീൻകറി ഇരിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനുണ്ടാക്കിയത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ചു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മൾ എന്താ പറയുക സവോളയും അതുപോലെ തന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞു കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ മിക്സിയിൽ എന്താ പറയുക ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സവോളയും ചുവന്നുള്ളിയും നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളിയും ബ്ലെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ നേരെ കറി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പുറത്ത് ജാസ്മി ദോശ ചുടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ പണികളൊക്കെ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ചായ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൾ ചായ വെക്കേണ്ടത് വെച്ചാൽ ബാക്കി പണികൾ ഞാൻ നോക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കറി വെക്കുന്നുണ്ടെങ്കിൽ അവൾ ദോശ ചുടും. അങ്ങനെ ഓരോരോ പണികളുണ്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പണികളൊക്കെ ചെയ്യുക. ഇപ്പോൾ ഞാൻ പണി ചെയ്യണ സമയത്ത് അപ്പൂസ് എങ്ങാനും കറിയുണ്ട് വെച്ച് കഴിഞ്ഞാൽ അവൾ പോയിട്ട് അവനെടുക്കും. എന്താ പറയുക, അതുപോലെ തന്നെ അവൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണ സമയത്ത് ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക അടുക്കളത്തെ പണിയെന്ന് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ബാക്കി പുറത്ത് എന്തെങ്കിലും പണി കാര്യങ്ങൾ എന്തെങ്കിലും അലക്കിയിട്ടിട്ട് തോരയിടാനായിട്ട് പോണ സമയത്ത് എങ്ങാനും നിച്ചൂസ് കറിയുണ്ട് വെച്ച് ഞാൻ അവനെടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കടുക് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ടു കേട്ടോ. ഉള്ളി അരച്ചത് നമ്മൾ ആദ്യം ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ
നമ്മൾ തക്കാളി ഇടും കേട്ടോ. തക്കാളി ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം അതുപോലെ തന്നെ എന്താ പറയുക കളർ വ്യത്യാസം വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇടും. അത്ര തന്നെ ഉള്ളൂ കേട്ടോ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഉപ്പിടും കേട്ടോ, അത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ കറി. അപ്പോൾ ഇത് അത്യാവശ്യം നേരം ഒന്നിങ്ങനെ കട്ടിയിലാവണം കേട്ടോ. ഈ ഒരു ഇത് മാറിയിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ഇതുപോലെ വരണം കേട്ടോ. അങ്ങനെയാണ് ഉള്ളത്. പക്ഷേ ഇതിൽ മല്ലിയിലയും കൂടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ തക്കാളിയുടെ കൂടെ മല്ലിയിലയും കൂടി എന്താ പറയുക മിക്സിയിലിട്ടിട്ട് അരയ്ക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് മല്ലിയിലിട്ടിട്ട് അടിക്കുമ്പോൾ ആ ഒരു കറി വെക്കുമ്പോഴാണ് കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അപ്പൂസിനാണെങ്കിലും ഇച്ചൂസിനാണെങ്കിലും ഓരോ മൂലയ്ക്ക് കയറ്റിയിരുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 4-ാം മാസം നാഴി പിടിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനി പഴഞ്ചൊല്ലാണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. 4-ാം മാസം നാഴി പിടിച്ചിരിക്കണം കുട്ടികൾ, അങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ 2 പേർക്ക് ഇപ്പോൾ 4-ാം മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൂസിന് 4-ാം മാസം സ്റ്റാർട്ട് ചെയ്തു, നിച്ചൂസിനാണെങ്കിൽ 4-ാം മാസം കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പം 2 പേരേനെ ഓരോ സൈഡ് ഇരുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് 2 പേര് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരുമിച്ചിരുത്തി കേട്ടോ. ഇപ്പോൾ 2 പേരിനെ ഒരുമിച്ചിരുത്തിയപ്പോൾ നിച്ചൂസ് അഞ്ച് ഭയങ്കര കരച്ചിലായി തുടങ്ങി. അപ്പൂസ് അഞ്ച് നിച്ചൂസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ നീക്കറിയണേ ആരും മൈൻഡിലാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കണത് കേട്ടോ. ഉണ്ണി നോക്കണേ അപ്പൂശേ ഉണ്ണി നോക്കണോക്കിയേ ചേട്ടൻ ഉണ്ണി നോക്കണോക്കിയേ ലേറ്റ് വരുന്നേ. അങ്ങനെ ദേ അവരെ കളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചായയും അതുപോലെ തന്നെ ദോശയും, നമ്മൾ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാവൊക്കെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് ചുടേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ 2 ദോശയും ഞാൻ 2-3 ദോശയൊക്കെ കഴിക്കും കേട്ടോ കാലത്ത്. അത് കഴിഞ്ഞ് പിന്നെ ചോറുണ്ണുന്നത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അവരെ കുളിപ്പിക്കൽ, കുറുക്ക് കൊടുക്കൽ അങ്ങനെയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നേരം വൈകും. അപ്പോൾ 2-3 ദോശ കഴിക്കും. പിന്നെ നമുക്ക് കാലത്ത് മരുന്ന് കഴിക്കാനുണ്ട് കേട്ടോ, വിറ്റാമിൻ്റെ മരുന്ന് കഴിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഒരു നേരം ആകുമ്പോഴേക്കും വിശന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റാലും നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 10 മണിക്ക് ആവും കേട്ടോ. അങ്ങനെ ഈ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഡ്രസ്സ്. അപ്പം അത്യാവശ്യം ലോഡ് കണക്കിന് നമുക്ക് ഡ്രസ്സ് കഴുകിടാനുണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ സത്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവാണ്. നമുക്ക് ഉണ്ണി ജനിച്ച ആ ഒരു ടൈമിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ടായിരിക്കും കേട്ടോ മുണ്ട് കഴുകാനായിട്ട്. കാരണം ആ ഒരു ടൈമിൽ നമ്മൾ ഉണ്ണിക്ക് മുണ്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യത്തിന് ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ക്ലോത്ത് ഡൈപ്പർ അതുപോലെ തന്നെ ട്രൗസർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോഴാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ആ ഒരു ടൈമിൽ നമുക്കിങ്ങനെ അഴക്കം നിറഞ്ഞിങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് ഉണ്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കുറവാണ് കേട്ടോ ഡ്രസ്സ് കഴുകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഒരുമിച്ചൊന്നല്ല കേട്ടോ ഡ്രസ്സ് കഴുകുക. ചില സമയങ്ങളിൽ ഒരാളുടെ ഡ്രസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോഴേക്കും ഉണ്ണിയോൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിയുടെ അടുത്തേക്ക് പോകും. ആ ഡ്രസ്സ് കഴുകൽ അവിടെ പകുതി അവസാനിച്ചിട്ട് മറ്റാൾ പോയിട്ട് അവരുടെ ഡ്രസ്സ് കഴുകിയിടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സ് കഴുകലും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴേക്കും അപ്പൂസ് ഉറക്കത്തിൽ തന്നെയായിരുന്നു. നിച്ചൂസിനെ നമ്മൾ തൊട്ടിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുക കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാനൊന്നും ടൈം കിട്ടാറില്ല. എന്നാലും ടൈം കിട്ടണ ദിവസങ്ങൾ ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കുറുക്ക് കൊടുക്കണ ചടങ്ങിലേക്ക് പോയി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ 10:30 കൂടിയിട്ടാണ് കുറുക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ എടുത്ത് വെക്കും കേട്ടോ. ചില സമയങ്ങളിൽ അപ്പൂസ് ഉറക്കത്തിലായിരിക്കും. ചില സമയത്ത് 10:30 ചിലപ്പോൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ 11:30 കഴിഞ്ഞിട്ടാണ് എണീക്കാറുള്ളൂ കേട്ടോ. ചില ദിവസങ്ങളിലാണ് ചിലപ്പോൾ 9 മണിക്ക് കിടന്നിട്ട് 10:30 ആകുമ്പോൾ എണീക്കും. അങ്ങനെ ഇന്ന ടൈമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമാകുമ്പോൾ 10 മണി കഴിയുന്നതോട് കൂടിയിട്ട് ഞാൻ കുറുക്ക് ഉണ്ടാക്കി വെക്കും. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാറിയിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൊടുക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നങ്കായയുടെ പൊടിയാണ് കേട്ടോ. അപ്പോൾ കുന്നങ്കായ നമ്മൾ വീട്ടിൽ മേടിച്ചിട്ട് അതിൽ മഞ്ഞളും അതുപോലെ തന്നെ വേറെ എന്താണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള കുന്നങ്കായയുടെ പൊടിയാണ് നമ്മളിപ്പോൾ അവനെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുന്നങ്കായയുടെ പൊടിയും അതുപോലെ തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളവും ചിലപ്പോൾ 2 ഗ്ലാസ്സൊക്കെ കൊടുക്കും കേട്ടോ. ഇന്ന ഇത്ര ഗ്ലാസ്സൊന്നുമില്ല, ഞാൻ ചിലപ്പോൾ 2 ഗ്ലാസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 2 ഗ്ലാസ് വെള്ളവും പിന്നെ നമ്മൾ പനങ്കൽക്കണ്ട് ഇടും കേട്ടോ. വെറുതെ മധുരമില്ലാണ്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അവർ കുടിക്കില്ല.
മധുരം ഉണ്ടെങ്കിൽ മാത്രമേ അവർ കുടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ദേ കുറുക്ക് കൊടുക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നേരെ അവരെ കുറച്ച് നേരം ഒന്ന് അവിടെ കെടുത്തു കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കെടുത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവരെ കുളിപ്പിക്കാനുള്ള പരിപാടി നോക്കും കേട്ടോ. നമ്മൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എണ്ണ തേച്ച് കുളിപ്പിക്കില്ല. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ എണ്ണ തേച്ചിട്ടാണ് കുളിപ്പിക്കുക കേട്ടോ. ഇനിയിപ്പോൾ വല്ലയിടത്തും പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ വല്ല ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എണ്ണ നമ്മൾ തേപ്പിക്കില്ല കേട്ടോ. സാധാ ഒരു കുളിയായിരിക്കും. നമ്മൾ എന്താ പറയുക, തലയിൽ നനയ്ക്കില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ മേല് മാത്രമേ നനയ്ക്കുള്ളൂ. അവൾ അങ്ങനെയല്ല കേട്ടോ. അവൾ ചിലപ്പോൾ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കും അങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെ അത് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ ഉച്ചത്തേക്കുള്ള ബീഫായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞങ്ങൾ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു. ഇപ്പോഴൊന്നും അല്ല കേട്ടോ. ഞാൻ ഫെബ്രുവരി എപ്പോഴാണ് പകുതിയിൽ അങ്ങോട്ട് ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിലുള്ള സമയത്ത് എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അപ്പോൾ ബീഫായിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു ഇത് അരിഞ്ഞ് വെച്ചോളോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ടൈം കിട്ടുന്നത്, അതിന് ചിലപ്പോൾ നമുക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്ന ചില സമയങ്ങളിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ടൈം കിട്ടിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ പണികളൊക്കെ നോക്കി ഉള്ളതൊക്കെ അങ്ങനെ ചെയ്യും കേട്ടോ. അങ്ങനെ അപ്പോൾ ആർക്കാണ് കൈ ഒഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളാണ് ചെയ്യുക. വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും, അവൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ചെയ്യും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് വാശിയും കാര്യങ്ങളൊക്കെ ആകാനും നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു കളിക്കണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫുഡടി എപ്പോഴാണ് ഒരു 2 മണി കഴിയണോട് കൂടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കന്മാരെ കൊണ്ട് റൂമിൽ പോയിട്ട് നമ്മൾ കിടന്നുറങ്ങും കേട്ടോ. പിന്നെ ഞങ്ങൾ എണീക്കുന്നത് അവൾ ചിലപ്പോൾ ഇത്തിരി നേരത്തെ എണീക്കും കേട്ടോ. 5 മണിയൊക്കെ ആകുമ്പോഴേക്കും എണീക്കും. ഞാൻ 5:45 6 മണിയോട് കൂടിയിട്ടൊക്കെയോ ഞാൻ ചിലപ്പോൾ എണീക്കുക കേട്ടോ. അത് ചെക്കൻ എണീക്കണോട് കൂടിയിട്ടോ ഞാൻ എണീക്കും. ഇപ്പോൾ ചെക്കൻ നേരത്തെ എണീക്കുക വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എണീക്കും കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഉച്ച തിരിഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റതിൻ്റെ ആ ഒരു കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അവർ രണ്ടുപേരും നല്ലതായിട്ട് വർത്തമാനം പറയും കേട്ടോ. അപ്പൂസാണെങ്കിലും നിച്ചൂസാണെങ്കിലും നിച്ചൂസിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ടൈമുണ്ട് കേട്ടോ അവന് വർത്തമാനം പറഞ്ഞാൽ. അപ്പൂസിന് അങ്ങനെയൊന്നുമല്ല. അപ്പൂസിന് 24 മണിക്കൂർ വർത്തമാനം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ 24 മണിക്കൂർ വർത്തമാനം പറയും കേട്ടോ. അപ്പോൾ നിച്ചൂസിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് കെടുക്കാണ് അപ്പൂസം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒരുമിച്ച് കിടത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പൂസ് പിന്നെ ചവിട്ടും, നിച്ചൂസ് അപ്പൂസിനെ പോയിട്ട് മാന്തും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ നടുക്കിൽ ഇങ്ങനെ ഒന്നെങ്കിൽ തലോണം വെക്കും, അല്ലെങ്കിൽ ഇത്തിരി നീക്കിയിട്ടാണ് കെടുക്കുക കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ചായ പരിപാടിക്ക് പോയിട്ടോ. അപ്പോൾ ചിലപ്പോൾ ചായ കുടിക്കുമ്പോൾ ലേറ്റ് ആയിട്ടൊക്കെ ആവും ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങൾ ചായ വെക്കും, ചില ദിവസങ്ങൾ കോഫി വെക്കും. അങ്ങനെ ഇന്ന സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ മോർണിംഗ് ചായ വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈവനിങ് നമ്മൾ കാപ്പി ആയിട്ടോ വെക്കുക കേട്ടോ. അങ്ങനെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കരച്ചിലും ബഹളങ്ങളൊക്കെ ആയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സുകൾ നമ്മൾ അലക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഉച്ചയ്ക്കല്ല കാലത്ത് നമ്മൾ അലക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഡ്രസ്സ് മടക്കാനായിട്ടിരുന്നു. അപ്പോൾ ഞാനായാലും ഇപ്പോൾ അവളായാലും ഇപ്പോൾ ആർക്കാണ് ഒഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മടക്കി വെക്കും, ഡ്രസ്സുകളുള്ളതൊക്കെ മടക്കി വെക്കും. ഇന്ന ആൾ മടക്കണം എന്ന് വെച്ച് നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൾ നിൽക്കാൻ നേരം ഉണ്ടാവുള്ളൂ, ബാക്കി ഒരു പണി നടക്കില്ല കേട്ടോ. അങ്ങനെ നിച്ചൂസിനാണെങ്കിൽ ആ സമയത്ത് അവിടെ കുറുക്ക് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ജാസ്മി. അപ്പൂസിനെ കൊടുക്കില്ല, ഈ നേരത്ത് കൊടുക്കില്ല കേട്ടോ, ഈവനിങ് കൊടുക്കില്ല. നമ്മൾ മോർണിംഗ് മാത്രമാണ് കുറുക്ക് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം മോർണിംഗ് കൊടുക്കുന്നത് തന്നെ എന്തോ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കൊടുക്കണത് കേട്ടോ. കുറേ കുത്തുപ്പി കളയും. പിന്നെ നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൂസ് അത് ഇറക്കിയിട്ട് വേണം നമുക്കത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ ഇറക്കലൊന്നുമില്ല, അവൻ ഫുൾ തുപ്പലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സ് മടക്കലും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈവനിങ്ങും കുളിപ്പിക്കും, മോർണിംഗും കുളിപ്പിക്കും കേട്ടോ. അപ്പോൾ ഈവനിങ് നമ്മൾ ജസ്റ്റ് എന്താ പറയുക, തലയൊന്നും കുളിപ്പിക്കില്ല, മേല് മാത്രം കുളിപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതേ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവം ഇട്ട് കൊടുക്കും കേട്ടോ. തുണി മാത്രമായിട്ട് കെട്ടി കൊടുക്കില്ല. കാരണം എങ്ങാനും ചിലപ്പോൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങാനായിട്ടുള്ളൊരു ടെൻഡൻസി കൂടുതലാണ് കേട്ടോ. തന്നെ കിടന്നുറങ്ങുന്നത് അപ്പൂസാണ് കേട്ടോ. നിച്ചൂസ് അങ്ങനെ തന്നെ ഒന്നും കിടന്നുറങ്ങുന്നില്ല. അപ്പൂസിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ ആൾ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയിൽ ഇനിയിപ്പോൾ തുണി കെട്ടി കൊടുത്തിട്ട് മൂത്രം ആവണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഇത് കെട്ടി കൊടുക്കുക. അപ്പോൾ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ കുളി പരിപാടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചായക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയും ന്യൂട്ടല്ലയും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഒരു പിടി പിടിക്കുന്നത്. ഇത് എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ. അറിയില്ല, എന്തായാലും ന്യൂട്ടല്ല ഇരിക്കുന്നുണ്ട്. ദോശയ്ക്ക് വേറെ കറിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ന്യൂട്ടല്ല വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ന്യൂട്ടല്ല വെച്ചിട്ട് ഇത് മറ്റേ ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശ 2-3 അങ്ങോട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു.
കാലത്തത്തെയാണ് കേട്ടോ. കാലത്തത്ത് ഗോതമ്പ് ദോശയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും അവസാനിപ്പിക്കണം സംഭവം. അപ്പോൾ ഞാനും പറഞ്ഞു നമുക്ക് ന്യൂട്ടെല്ല ഇരിക്കുന്നത്, നമുക്കത് വെച്ചിട്ടൊന്ന് കഴിച്ച് നോക്കി നോക്കാം എങ്ങനെയാവും രസം ഉണ്ടാവും. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്ടെല്ല വെച്ചിട്ട് കഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ദോശയുടെ കൂടെ എങ്ങനെയായിരിക്കും കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഇനിയിപ്പോൾ എന്താ പറയുക കറിയില്ലാത്ത ദിവസങ്ങളിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ വെച്ചിട്ട് നമ്മൾ അതാണ് കേട്ടോ ചെയ്യുന്നത്. ദോശയും അതുപോലെ തന്നെ ന്യൂട്ടെല്ലയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ ചായ പരിപാടി ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അപ്പൂസിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫീഡിങ് കഴിഞ്ഞിട്ട് ഉറക്കി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ മുകളിലേക്ക് കയറിയത്. ചില സമയങ്ങളിൽ ഉറങ്ങാണ്ട് ഞാൻ കയറാറുണ്ട് കേട്ടോ. പക്ഷേ ഭൂരിഭാഗം അവൻ ഉറങ്ങാറാണ് പതിവ്. ചില സമയങ്ങളിൽ എന്താ പറയുക തന്നെ കിടന്ന് ഉറങ്ങും കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ മടക്കിയ ഡ്രസ്സുകളൊക്കെ ഞാൻ ഷെൽഫിലേക്ക് എടുത്ത് വയ്ക്കായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ വെറുതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ കുളിക്കുക, ഇറങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. മറ്റേതെന്ന് പറയുമ്പോൾ എൻ്റെ കാര്യം മാത്രമേക്ക് നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പം ഞാനൊരു അമ്മയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിയുടെ കാര്യം നോക്കണം കേട്ടോ. ഞാൻ കുറേ സമയങ്ങൾ അങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ശരിക്കും ഒരു അമ്മയായില്ലേ, എനിക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. മറ്റേത് നമുക്ക് നമ്മുടെ ലൈഫാണ്. ഇപ്പോൾ കല്യാണത്തിന് മുന്നത്തെ കാര്യം കേട്ടോ. കല്യാണത്തിന് മുന്നത്തെ ഒരു ലൈഫാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറേ സമയങ്ങൾ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. മുന്നേ എന്ത് രസമായിരുന്നു അല്ലേ, ആ ഒരു ലൈഫ് അടിപൊളിയായിരുന്നു അല്ലേ, ഇപ്പം അമ്മയായില്ലേ എന്നങ്ങനെ ചില സമയങ്ങൾ ഞാൻ ചിന്തിക്കാറുണ്ട്. ഉറക്കക്കുറവും കാര്യങ്ങളൊക്കെ ഉള്ള സമയങ്ങളിൽ കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ ഹാപ്പിയാണ്. ഈ ഒരു ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല കാണിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ എനിക്ക് കാണിക്കാനായിട്ടുള്ള. അപ്പോൾ ദേ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. ഫുൾ നമുക്കിങ്ങനെ വീഡിയോസ് എടുക്കാനായിട്ട് നമുക്ക് ടൈമും കാര്യങ്ങളും കിട്ടുന്നില്ല കേട്ടോ. അതാണ് നമ്മൾ വീഡിയോസ് ഇപ്പോൾ എടുക്കാൻ പറ്റാത്തത്. പിന്നെ എനിക്ക് എടുക്കാനായിട്ട് ഒരാളില്ല, അതിൻ്റെയാണ് മെയിനായിട്ടുള്ളൊരു കാരണം. പിന്നെ ഇപ്പോൾ ജാസ്മി ആയാലും ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ജാസ്മി ഉണ്ട്. പക്ഷെ അവൾക്കായാലും ഉണ്ണിയുടെ കാര്യങ്ങൾ നോക്കണം, എനിക്കായാലും ഉണ്ണിയുടെ കാര്യങ്ങൾ നോക്കണം. അതിനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഒരാളില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് അങ്ങനെ ഡെയിലി നമ്മൾ എടുക്കാത്തത്. പിന്നെ ഡെയിലി ആയാലും നമുക്ക് എന്ത് വീഡിയോ എടുക്കും എന്ന് നമുക്ക് അറിയുന്നില്ല കേട്ടോ. പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പം പിന്നെ എന്ത് വീഡിയോസാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് കുറേ പേര് ഡേ ഇൻ മൈ ലൈഫ് എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് അതിന് മാത്രം ഒന്നുമില്ല. അതാണ് പിന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തതുകൊണ്ട്. പിന്നെ ഞാൻ കുറേ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വെറുതെ പിന്നെയും ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചെയ്യണമല്ലോ. പിന്നെ കുറച്ചും കൂടി മുന്നിക്ക് ആയിട്ട് മാറുമ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൂസിൻ്റെയും നിച്ചൂസിൻ്റെയും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടോളൂ. സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്തെ ബെല്ലൈക്കണും കൂടി അമർത്തിയിട്ട് ഓളും കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.